അങ്ങനെ വളരെ തുച്ഛമായ പൈസയ്ക്ക് ഞങ്ങളും പോയി കടലിൻ്റെ അടിത്തട്ട് കാണാൻ. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പൈസയൊക്കെ മുടക്കിയിട്ട് ലക്ഷദ്വീപിലൊക്കെ പോയിട്ട് നമുക്ക് കടലിൻ്റെ അടിത്തട്ടൊന്നും കാണാൻ പറ്റാത്തവരാണെങ്കിൽ ഇവിടെ വരെ ഒന്ന് പോയി നോക്കിക്കോട്ടോ. എന്തായാലും കൊടുക്കുന്ന പൈസയ്ക്ക് ഇത് മുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് നേരത്തേക്കെങ്കിലും ചെറുതായിട്ട് കടലിൻ്റെ ഉള്ളിൽ പോയൊരു ഫീല് നമുക്ക് തരും കേട്ടോ. പ്രത്യേകിച്ച് മക്കളെയൊക്കെ കൊണ്ടുപോവാണെങ്കിൽ അവർക്ക് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. മ്യൂക്കുട്ടി എന്തായാലും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അവളുടെ ഭാഷയിൽ എന്തൊക്കെയോ സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തിക്കുക കേട്ടോ. പിന്നെ ആ ഓളും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്ക്. അങ്ങനെ ഒരിക്കലും നേരിട്ട് കാണാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന കുറേ വെറൈറ്റി മീനുകളൊക്കെ നേരിട്ട് കാണാൻ പറ്റി. ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ഇഷ്ടംപോലെ മീനുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഒരു മീനാട്ടോ ഇപ്പം കാണുന്നത്. ഇതിനകത്ത് 100 കണക്കിന് മീനുകളുണ്ട്. നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത കളറുകളാണ് ഇതിനകത്തുള്ളത്. വയലറ്റ്, പച്ച, അങ്ങനെ കണ്ടതും കാണാത്തതായിട്ടുള്ള ഇഷ്ടംപോലെ വെറൈറ്റി മീനുകളൊക്കെ കണ്ടിട്ട് നമ്മൾ കുറച്ച് നേരം നല്ല AC കൂടെ ഇങ്ങനെ നടന്നു കേട്ടോ. അങ്ങനെ ഇതാ നല്ല ഫ്രഷ് വാട്ടറിൽ മാത്രം ജീവിക്കുന്ന അരാപ്പയമേനെയും കൂടെ കണ്ടു കേട്ടോ. ആൾ അത്യാവശ്യം നല്ല സൈസ് ഉണ്ടായിരുന്നു. അപ്പം നല്ല വെയിറ്റ് ഉണ്ടാവും. അങ്ങനെ കുറച്ച് നേരത്തെ കടലിൻ്റെ ഉള്ളിലെ വാസമൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ചിറങ്ങിയിരിക്കുക കേട്ടോ. ഞാനും മോളും ഏട്ടനും പിന്നെ അമ്മയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നേരെ പോയത് ഒരു പോപ്കോൺ കഴിക്കാനാണ്. ഇതെന്തോ ഒരു വീക്ക്നെസ് ആണ് കേട്ടോ. എവിടെ പോയാലും പോപ്കോൺ വാങ്ങിച്ചഴിക്കും. അങ്ങനെ അതിലുള്ള ഓരോ കടകളിലൊക്കെ കയറി ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഏട്ടനെ പിടിച്ചിട്ട് ഒരാൾ ഫ്രീ ആയിട്ട് അങ്ങ് മസാജ് ചെയ്ത് വിട്ടു. എനിക്കിത് വേണ്ട, ആവശ്യമില്ല എന്ന് പറയാനുള്ള ഗ്യാപ്പ് പോലും അയാൾ തന്നില്ല കേട്ടോ. ലാസ്റ്റ് എനിക്കിത് താല്പര്യമില്ല, എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞു വന്നപ്പോൾ അയാളുടെ വായിലിരിക്കുന്ന വെറുതെ നമ്മളത് കേട്ടു കേട്ടോ. പിന്നെ പഴയ കുറേ ഓർമ്മകളിൽ പുതുക്കുന്ന മുട്ടായികളും അങ്ങനെയൊക്കെ കണ്ടു. ലാസ്റ്റ് നമ്മളൊരു പാവ് ഭാജിയൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ.